സാധാരണ സീഡ്സുകളുടെ പിക്ചറാണ് കാണിച്ചേക്കണം. സോ നമ്മൾ സാധാരണ സീഡിൽ കാണാം കോട്ട്ലിഡൻസ്, തിക്ക് ഫ്ലഷി ആയിട്ടുള്ള റിസർവ് ഫുഡുള്ള കോട്ട്ലിഡൻസ്. ആ സീഡിൽ കാണുന്ന മൈക്രോപൈൽ, അതിന് എൻഡ്രോഫോക്സിൻ ഇനഫ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽസ് കിട്ടാനുള്ള സ്മോൾ പോർ ഓപ്പണിംഗ് മൈക്രോപൈൽ കാണാം. പിന്നെ ഇത് വേറൊരു സീഡാണ്, കാസ്റ്റർ സീഡ് എന്ന് പറയും. ആവണക്കെണ്ണ എന്നൊക്കെ, ആവണക്കിൻ്റെ ഇതാണ് കാസ്റ്റർ സീഡ്. ആ സീഡിന് നമുക്ക് ഇതുപോലെ സ്ട്രക്ചർ കാണാം. സീഡ് കോട്ട് ഉണ്ട്, അതിൻ്റെ എൻഡോസ്പേം കാണാം, അതിൻ്റെ കോട്ട്ലിഡൻ കാണാം, അതുപോലെ അതിൻ്റെ ഹൈപ്പോകോട്ടൈൽ താഴെയുള്ള ആക്സിസ്, റൂട്ട് ടിപ്പ്, അതിൻ്റെ മേലെയുള്ള ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം. ഇത് ഒരു കാസ്റ്റർ സീഡിൻ്റെ സ്ട്രക്ചറാണ്. ഇത് നോക്കുകയാണെങ്കിൽ ഇതൊരു ഒനിയൻ സീഡിൻ്റെ സ്ട്രക്ചറാണ് ഇത്. സോ ഒനിയൻ സീഡിനായാലും നമ്മൾ നോക്കുമ്പോൾ സീഡ് കോട്ട് ഉണ്ട്, കോട്ട്ലിഡൻ ഉണ്ട്, അതിൻ്റെ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ഉണ്ട്, താഴെയുള്ള ഹൈപ്പോകോട്ടൈൽ റൂട്ട് ആക്സിസ്, റൂട്ട് ടിപ്പ് ഉണ്ട്, അതുപോലെ അതിനെ നറിഷ് ചെയ്യാനുള്ള എൻഡോസ്പേമും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇതൊരു മെയ്സ് സീഡിൻ്റെ സ്ട്രക്ചറാണ്. മെയ്സ് സീഡ് നമ്മുടെ ചോളം എന്ന് പറയില്ലേ, അതിൻ്റെ സ്ട്രക്ചർ നോക്കി ഇതുപോലെ തന്നെ അതിൻ്റെ എബണ്ടൻ്റ് ഉള്ള എൻഡോസ്പേം. മെയ്സ് ഏതാണ്? മോണോക്കോട്ട്. സോ അതിൻ്റെ വൺ കോട്ട്ലിഡനായ സ്കൂട്ടെല്ലാം കാണാൻ പറ്റും. അതുപോലെ അതിൻ്റെ കോളിയോപ്റ്റൈൽ, അതുപോലെ പ്ലെമ്യൂൾ, റാഡിക്കൽ, കോളിയോറൈസ, ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച ഭാഗങ്ങൾ. അതുപോലെ ഈ എൻഡോസ്പേമിന് ചുറ്റുമായിട്ട് ഇതിങ്ങനെ കുറേ വരകളുള്ള ഒരു ലെയർ ഉണ്ട്. ആ ലെയർ എന്ന് പറയുന്നത് ഒരു എലിറോൺ ലെയറാണ്. എലിറോൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ ലെയറാണ്. സോ ഇതിൽ എൻഡോസ്പേമിനെ കവർ ചെയ്തിട്ടൊരു ലെയർ കാണാം, എലിറോൺ ലെയർ. ഇനി നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഫോൾസ് ഫ്രൂട്ടുകൾ നമ്മൾ എന്താണ് പറഞ്ഞത്? തലാമസ് അല്ലെങ്കിൽ അതർ ഫ്ലോറൽ പാർട്സ് ഫ്രൂട്ട് ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് ഫോൾസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞു. നമ്മൾ ആപ്പിൾ, സ്ട്രോബെറി, കാഷ്യൂ ഒക്കെ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആപ്പിളിൻ്റെ ഈ ഭാഗം വൈറ്റ് കളർ, ആ പോർഷനിൽ ക്രീമി വൈറ്റ്, അത് തലാമസ് ആണ്. അപ്പോൾ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ഏതാണ്? തലാമസ് പോലത്തെ ഭാഗമാണ് ആപ്പിളിൻ്റെ കൺസ്യൂം ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ സീഡ്. സോ അതിൻ്റെ തലാമസിൻ്റെ ഭാഗം അങ്ങനെ തന്നെ റിമെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് അതിന് ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ സ്ട്രക്ചർ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ആ ഫ്രൂട്ടിൻ്റെ 3 ലെയറുകൾ, പെരികാർപ്പ്, എൻഡോകാർപ്പ്, മീസോകാർപ്പ്, 3 ലെയറുകളാണ് ഫ്രൂട്ട് വോളിൻ്റെ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ സ്ട്രോബെറി എടുത്ത് നോക്കിയാലും സ്ട്രോബെറിയുടെയും ആ തെലാമസ് എന്ന പോർഷനാണ് നമ്മൾ എഡിബിളായിട്ട് കാണുന്നത്. ഇതും ഒരു ഫോൾസ് ഫ്രൂട്ടിന് എക്സാമ്പിളാണ്.